കേരള പോലീസിൻ്റെ ഒരു പ്രൊഫഷണൽ എക്സലൻസ് വെച്ച് നോക്കും അർജുൻ ആംഗേജ് ഒരു മൂക്കിൽ പൊടിയാണ്, അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ആളുകളൊന്നും കേരള പോലീസിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സാണ്, ഏറ്റവും പ്രൊഫഷണൽ ഒരു പോലീസ് ഫോഴ്സാണ്. അർജുൻ ആംഗിയെ പോലെ ഒരാളെ പിടികൂടാന്ന് വെച്ചാൽ വലിയൊരു സംഭവമൊന്നുമില്ല. പക്ഷേ ഇതൊരു വലിയ സംഭവം എന്തുകൊണ്ടാണ്? അർജുൻ ആംഗി തന്നെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ടാണ്. ഇതിനെ വലിയ സംഭവമാക്കിയത് കേരള പോലീസ് അല്ല, അർജുൻ ആംഗി തന്നെയാണ്. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഭയങ്കര വിപ്ലവ വാചോടാവായിരുന്നല്ലോ ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ. ഒന്ന് ആ കോതമംഗലത്തെങ്ങാണ്ടുള്ള ഒരു ഊന്നുകളിലെ പോലീസ് ഓഫീസറായിട്ട് ഇവൻ സംസാരിക്കുന്ന ഭാഷ ശ്രദ്ധിച്ചില്ലേ? നിനക്ക് പിടിക്കണോ അല്ലേ, നീ എപ്പോഴാണ് പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പോലീസ് ഓഫീസറോട് ഇവൻ സംസാരിക്കുകയാണ്. അത് നോക്കും, അത് നിയമവാഴ്ചയോടുള്ള അങ്ങേറ്റത്തെ അവജ്ഞയും പുച്ഛവും ധിക്കാരവുമാണ് ഈ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. അതിനുശേഷം ഫേസ്ബുക്കിലിട്ട കുറിപ്പുകൾ, ആ ഭാഷ, അതിൻ്റെ ലെക്സിക്കൻ എന്താണ്, തികവൊത്ത CPM ഭാഷയിൽ, തികവൊത്ത DYFI ഭാഷയിലുള്ള വിപ്ലവ വാചോടാപങ്ങളാണ്. അവനല്ല, വേറൊരാളാണ് എഴുതി കൊടുക്കുന്നത്. ഒരു എന്താണ് ഗംഭീരനായിട്ടുള്ള ഒരു വിപ്ലവകാരി അവൻ്റെ പുറകിലുണ്ടാകണമല്ലോ. അപ്പോൾ ഈ നിലക്ക് അർജുൻ ആയങ്കി എന്നുള്ളത് കേരള പോലീസിന് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നുണ്ട്. കേരള പോലീസിന് സ്പർശിക്കാൻ പറ്റാത്ത ഒരു കിടിലൻ വിപ്ലവകാരിയാണ്. ഒരു ബൊളീവിയൻ കാടുകളിൽ നിന്നാണ് ഒളിച്ചിരുന്ന് വിപ്ലവ പ്രവർത്തനം നടത്തുന്ന ആളുണ്ടല്ലോ, അതേമാതിരിയുള്ള ഒരാളാണ് അർജുൻ ആയങ്കി എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ആരാണ്? അർജുൻ ആയങ്കി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വലിയ സംഭവമായത്. അതർവൈസ് കേരള പോലീസിന് എന്താണ് ഒരൊറ്റ ദിവസം കൊണ്ട് പിടിച്ച് അകത്തിടാവുന്ന കേസ് മാത്രമേ. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇത് വലിയൊരു വാർത്തയായത്. പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രെഡിറ്റ് രമേശ് ചെന്നിത്തലക്ക് പോകും, ആൻഡ് ഹി ഡിസേർവ് ഇറ്റ്. അത് UDF ആഘോഷിക്കുന്നു, രമേശ് ചെന്നിത്തല ആഘോഷിക്കുന്നു, കേരള പോലീസ് ആഘോഷിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ സാഹചര്യം ഒരുക്കുകയാണെന്ന് വെച്ചാൽ അർജുൻ ആംഗി തന്നെയാണ്. ആ ജാതി വിപ്ലവ വർത്തനാണ് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വശം. രണ്ടാമത് ഇതിൽ CPM ആങ്കിളാണ്. ഈ മനുഷ്യൻ്റെ പോസ്റ്റുകളെല്ലാം വിപ്ലവ പരിപാടികളാണ്. VD സതീശനെ ചീത്ത പറയുക, പിന്നെ CPM നേതാക്കളുടെ മഹത്വം പറയുക, പാർട്ടി പറഞ്ഞ ഒരു രക്തപതാക, ചുവന്ന ഹൃദയം, ചെഗുവേര തൊപ്പി, ഈ ടൈപ്പ് എല്ലാ ആളുകളുടെയും ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്ക് ടൈം ലൈനിൽ കുറച്ച് ദിവസം മുമ്പ് വന്ന ജൂലൈ 31 വന്നൊരു കുറിപ്പാണ്. അതൊരു അനുസ്മരണ കുറിപ്പാണ്. ആരെയാണ് അനുസ്മരിക്കുന്നത് അറിയോ? ഈ ജൂലൈ ലാസ്റ്റ് വീക്കിൽ തിരുവനന്തപുരത്ത് വെമ്പായത്തൊരു ബാറിൽ ഗുണ്ടകൾ തമ്മിൽ അടിപിടിയും തീവെപ്പും നടന്നു. 4 ആളുകളാണ് അതിൽ മരിച്ചത്. 3 ആളുകൾ പൊള്ളലേറ്റ് മരിക്കുന്നു. അതിൽ ഇൻവോൾവ് ആയാലൊരു കക്ഷി വീട്ടിൽ പോയി തൂങ്ങി മരിക്കുന്നു. കേരളത്തിൽ അപൂർവമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു ബാറിലൊരു കച്ചറുണ്ടായിട്ട് അതിൻ്റെ പേരിൽ 4 ആളുകൾ 4 ചെറുപ്പക്കാർ മരണപ്പെടുന്നു. അപ്പോൾ അതിൽ പൊള്ളലേറ്റ് മരിച്ചിട്ടുള്ള നൗഫൽ തേക്കട എന്ന് പറയുന്ന ആൾ, അയാൾ എന്നാണ് മരിക്കുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള അനുസ്മരണക്കുറിപ്പ് ഒബിറ്റ് നോട്ടാണ്. അപ്പോൾ കണ്ണൂരിലുള്ള ആയങ്കി സമാനമായൊരു ഇതിൽ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചപ്പോൾ അനുസ്മരണ കുറിപ്പിടുകയാണ്. ആ അനുസ്മരണക്കുറിപ്പ് പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വെച്ചാൽ ഇയാൾ ഒളിവിലാണല്ലോ. അങ്ങനെ ചുവന്ന ഹൃദയവും മിസ് യു സി യു എക്കൻ ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഈ നൗഫൽ തേക്കട എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ നിങ്ങൾ പോയി നോക്കുക, അയാളുടെ ടൈം ലൈനിൽ പോയി നോക്കിയാൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇത് പാർട്ടിക്ക് അങ്ങേരുടെ DP ഇതാണ്, CPMൻ്റെ കൊടി പിടിച്ചുകൊണ്ടുള്ള DP ആണ്. മറ്റേ കവർ ഇമേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ മുഷ്ടി ചുറ്റി നിൽക്കുന്നതാണ് കവർ ഇമേജ്. പിന്നെ പോസ്റ്റുകളെല്ലാം CPMന് വേണ്ടിയുള്ള പോസ്റ്റുകളാണ്, സതീശനെതിരായുള്ള പോസ്റ്റുകളാണ്. സതീശൻ മേനോൻകുട്ടി, പിന്നെ പിണറായി വിജയൻ്റെ മഹത് വചനങ്ങൾ ധാരാളമുണ്ട്. ഏറ്റവും റീസെൻ്റായി വന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ DYFIയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിട്ട് പുതിയ ആൾ PH നിയാസ് എന്ന് പറയുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങേർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ പറയുന്ന നൗഫൽ തേക്കട ബാറിലുള്ള ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം മരിക്കുന്ന ദിവസം കണ്ണൂരിലുള്ള ഈ ഗുണ്ട പശ്ചാത്തലമുള്ള ആയങ്കി ഇയാൾക്ക് വേണ്ടി അനുസ്മരണ കുറിപ്പിടുന്നു. ഈ നൗഫൽ തേക്കട തൃശ്ശൂരത്തെ DYFI ജില്ലാ പ്രസിഡൻറ്റിന് അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വേറൊരു സബ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സബ് കൾച്ചർ ഇതിനടിയിലുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീണ്ടു നിൽക്കുന്ന ഏതോ ഒരു തുരങ്ക സൗഹൃദമെന്നോ അല്ലെങ്കിൽ ഒരു സബ് കൾച്ചറെന്നോ ഒരു സബ് ടെറൈൻ എക്കോസിസ്റ്റം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്.
ഈ സബ്റ്ററൈൻ എക്കോസിസ്റ്റത്തിനകത്തുള്ള ഒരു പ്രധാനിയാണ് അർജുൻ ആങ്കി. ആകാശ് തില്ലങ്കേരി, ഇപ്പോൾ ഈ പറയുന്ന എന്താണ് നൗഫൽ തേക്കട. നൗഫൽ തേക്കടയുടെ വിപ്ലവ പ്രസ്താവനകളും ആയങ്കിയുടേതൊക്കെ ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. ചിലരൊക്കെ ഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റുകളും ഇതൊക്കെയാണ് ഇവരുടെ ഫേസ്ബുക്കിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതേമാതിരി ഈ നൗഫൽ തേക്കടയുടെ പടം വെച്ചിട്ടുണ്ട് ഈ അനുസ്മരണക്കുറിപ്പിൽ അർജുൻ ആങ്കി. ആ പട്ടി അതേമാതിരി ആ ബ്രീഡിൽപ്പെട്ടൊരു പട്ടി നൗഫൽ തേക്കടയുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് എന്താണ് ഇവർ പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ നേതാക്കളാണ് ഇവരുടെ ഡി പി ആയിട്ടും ഇവരുടെ കവർ ഇമേജായിട്ടും വരുന്നത്. പാർട്ടിയുടെ കൊടിയാണ് ഇവരുടെ ഡി പിയിലുള്ളത്. പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി അഭിവാദനങ്ങളാണ് ഇവർ പോസ്റ്ററായിട്ട് വരുന്നത്. അവർ ഈ പറയുന്ന ബാറിൽ അടിപിടി, കത്തിക്കുത്ത്, പിന്നെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത്, ഇതിൻ്റെയൊക്കെ പ്രധാനികളായിട്ട് നിൽക്കുന്നു. എന്താണ്, എവിടെയാണ് ഇവർ പാർട്ടിക്ക് വേണ്ടിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എം വി ജയരാജൻ തള്ളിപ്പറഞ്ഞപ്പം പിന്നിൽ നിന്ന് കുത്തരുതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊരാളോട് പിന്നിൽ നിന്ന് കുത്തരുതെന്ന് പറയില്ലല്ലോ. പിന്നിൽ നിന്ന് കുത്തരുത് സഖാവേ എന്ന് പറയണമെങ്കിൽ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ കുത്തി എന്നുള്ളതാണല്ലോ. എന്താണ് ഈ സബ്റ്ററൈൻ എന്ന് നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ അധോലോകം, പാർട്ടിയുടേതായിട്ടുള്ള ഒരു അധോലോകം വേറൊരു വിപ്ലവ അധോലോകം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ CPM ഇനിയും ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.